ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എമി ആൻഡ് മീ. ഇത് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ചെറിയൊരു ഗെയിമും ആയിട്ടാണ്. നമ്മുടെ ഫോണിൽ നിന്ന് ഒന്ന് കുട്ടികളെ മാറ്റി നിർത്തി നമുക്ക് അവർക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ ഗെയിം നമുക്ക് നോക്കാം. ഫസ്റ്റിൽ ഞാൻ ഒരു പേപ്പർ എടുത്ത് അതിൽ കുറച്ച് റൗണ്ട്സ് വരച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ കുറച്ച് കളേഴ്സ്, നമ്മൾ പ്രൈമറി കളേഴ്സ് ഒരു 6 കളേഴ്സ് ഞാൻ അതിൽ ഒരു പ്ലേറ്റിലാക്കി കൊടുക്കുന്നുണ്ട്. ഞാൻ പാലറ്റ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെയാണ് പ്ലേറ്റിലാക്കി. ഞാൻ ആ കളേഴ്സ് അവരെ കൊണ്ട് തന്നെ മിക്സ് ചെയ്യിപ്പിക്കുകയും പിന്നെ കളർ ചെയ്യിപ്പിക്കുകയും ഒക്കെ ചെയ്തു. കളർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈകൊണ്ട് തന്നെയാണ്, ബ്രഷ് ഞാൻ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ മക്കൾക്ക് ഇഷ്ടമുള്ളതുപോലെ തന്നെ കൈകൊണ്ട് ആ റൗണ്ടിന് കറക്റ്റായി ചെയ്യാനും, പിന്നെ കൈയുടെ അറപ്പും ഒരു വെറുപ്പൊക്കെ ഉണ്ടാവില്ല, നമ്മളെ കയ്യിൽ എന്തെങ്കിലും പറ്റുന്നതിനുള്ള ആ ഒരു സംഭവങ്ങളൊക്കെ അങ്ങനെ പോയി കിട്ടും മക്കൾക്ക്. ഇതൊരു ഫൈൻ മോട്ടോർ ആക്ടിവിറ്റിയാണ്. നമ്മുടെ കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് നല്ല ഹെൽപ്ഫുൾ ആവുന്ന ഒരു മോട്ടോർ ആക്ടിവിറ്റിയാണ്. അവരുടെ കൈക്കാണെങ്കിലും ബ്രെയിൻ കോൺസെൻട്രേഷൻ വർദ്ധിക്കാനും ഒക്കെ ഈ ഒരു ആക്ടിവിറ്റി നല്ല രീതിയിൽ സഹായിക്കും. ഞാൻ പറഞ്ഞത് ഡിഫറെൻറ്റ് കളേഴ്സ് മേക്ക് ചെയ്യാനാണ്. അതുകൊണ്ട് തന്നെ അവർ ഓരോ കളർ മേക്ക് ചെയ്യുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പ്രതീക്ഷിക്കാണ്ടാണ് ഓരോ കളേഴ്സും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പല കളേഴ്സിലും കൊണ്ടുപോയിട്ട് ഇങ്ങനെ മുക്കുന്നുണ്ട്, അപ്പം തന്നെ പലതും കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. മക്കൾ നല്ല രീതിയിൽ തന്നെ കളറൊക്കെ ഫുള്ള് ചെയ്തു. ഇത് കുറച്ച് കളർ ചെയ്യാൻ എന്താ പറയുക, മടിയായത് കൊണ്ടല്ല, അവനത് അത്ര മതി എന്ന് വിചാരിച്ചിട്ടാണ് അവനത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാണ്ടിരുന്നത്. അല്ലെങ്കിൽ നല്ല കളർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ളതാണ്. പിന്നെയാണ് ഞാൻ ഫുള്ള് കംപ്ലീറ്റ് ചെയ്യണമെന്ന് വെച്ച് നിർബന്ധിച്ചുമില്ല. അവർക്ക് ഇഷ്ടമുള്ളതുപോലെ അവർ ചെയ്യട്ടെ എന്ന് ഞാനങ്ങ് കരുതി. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ പേപ്പർ കട്ട് ചെയ്തു. ഈ 4 പീസസായി കട്ട് ചെയ്ത് അതിനെ ഞാൻ എന്ത് ചെയ്ത് സെക്കൻഡായിട്ട് വീണ്ടും കട്ട് ചെയ്ത് കൊടുത്തു. അവർക്ക് കട്ട് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷേ വലിയ കത്രിക ആയതുകൊണ്ട് തന്നെ അവർക്കത് കട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ തന്നെയാണ് അങ്ങ് കട്ട് ചെയ്ത് കൊടുത്തത്. ഒരു കളർ റൗണ്ടിനെ നമ്മൾ പകുതിയാക്കി അതിനെ 2 ഭാഗങ്ങളാക്കി മാറ്റി. അപ്പോൾ അതിനെ നമ്മൾ രണ്ടും കൂടിയിട്ട് ഒരുപോലെ യോജിപ്പിക്കാൻ, മാച്ച് ദ ഫോളോയിങ് ഉണ്ടാവുമല്ലോ, അതുപോലെ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ചെയ്തിട്ടുള്ളത്. നമുക്ക് നോക്കാം അവർ എത്രത്തോളം സക്സസ് ആയി ആ ഗെയിമിൽ എന്ന്. ഫസ്റ്റ് ഞാൻ കൊടുത്തത് എമിക്കാണ്. എമി ആവുമ്പോൾ കുറച്ചും കൂടിയും പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ക്യാച്ച് ചെയ്യും. ഇപ്പോൾ ചെറുതാണല്ലോ, എമി കുറച്ചുകൂടി വലുതായതുകൊണ്ട് തന്നെ അവൻ പെട്ടെന്ന് ഗെയിംസ് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് അവനിക്ക് ഗെയിം കളിക്കാൻ. അപ്പോൾ അതുകൊണ്ട് വേഗം ക്യാച്ച് ചെയ്യും. അത് അവന് ചെയ്യുകയും ചെയ്തു, പെട്ടെന്ന് തന്നെ ചെയ്തു തന്നു. ഇബുക്കുട്ടി ഫസ്റ്റ് ഒന്ന് വലനെങ്കിലും രണ്ടാമത് വീണ്ടും ഒന്ന് ഞാൻ കാര്യം വീണ്ടും പറഞ്ഞു കൊടുത്തു. മോനെ ഈ കളർ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാലാണ് ഇത് കിട്ടുക എന്നുള്ളത് വീണ്ടും പറഞ്ഞു കൊടുത്തപ്പോൾ അവൻ ഓക്കെ ആയി, അവന് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റി. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഗെയിമുകളാണെങ്കിലും വലിയ വലിയ കാര്യങ്ങളായിരിക്കും നമ്മളെ മക്കൾക്ക് കിട്ടാൻ പോകുന്നത്. അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനും ഫൈൻ മോട്ടോർ ആക്ടിവിറ്റിയും ഒക്കെ ഇതിന് ഭയങ്കര ഹെൽപ്ഫുൾ ആവുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ പിന്നെ നമുക്കുണ്ടാവുന്ന ഗുണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോണിൽ നിന്ന് നമ്മുടെ മക്കളെ കുറച്ച് നേരമെങ്കിലും മാറ്റി നിർത്താം എന്നുള്ളതും വളരെ ഒരു സന്തോഷകരമായ ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.